വേദം വായിക്കാൻ പഠിപ്പിക്കുക. മലയാളത്തില് വേദം വായിക്കാൻ പഠിപ്പിക്കുക. അപ്പൊ ഞാൻ വളരെ ഭംഗിയായിട്ട് ഇൻഫർമേഷൻ കൊടുത്തിരുന്നു. വേദം ലേണിംഗ് ആണ്, വേദപാരായണത്തിനുള്ള ക്ലാസ്സാണ്. അത് കേരളം മുഴുവനും നടക്കുന്നത്. ഏതാണ്ട് ഒരു 9,000 പേര് പഠിക്കുന്നുണ്ട്. തന്നെത്താനെ പഠിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ധരിച്ചിരിക്കുന്ന ഒരു കോംപ്ലക്സിറ്റിയും അതിനില്ല, ഒരു കോംപ്ലിക്കേഷനും അതിനില്ല. പക്ഷെ ആ തന്നെത്താനെ പഠിക്കാനുള്ള ഒരു ഇനീസിയേഷൻ വേണം. ആ 10 സ്വരങ്ങള് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചാൽ ഒരു യജുർവേദത്തിന്റെയോ ഋഗ്വേദത്തിന്റെയോ പുസ്തകം മലയാളത്തിൽ നിങ്ങളുടെ കയ്യിൽ തന്നാൽ ഒരേ സ്വരത്തില് നിങ്ങൾക്കത് ആലപിക്കാൻ സാധിക്കും. അതിനൊരു ഇൻട്രൊഡക്ഷനാണ്, ആ വേദം വായിക്കലാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇന്നുവരെയും നിങ്ങൾ കേൾക്കാത്ത, ഇന്നും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പ്രതീക്ഷിക്കാത്ത ഒരു ക്ലാസ്സാണ് ഇത് എന്നുള്ളത് വളരെ പ്രത്യേകിച്ച് ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ വേദമന്ത്രങ്ങൾ വായിച്ചു പഠിക്കാനുള്ള മൂഡിലല്ല ഇവിടെ ഇരിക്കുന്നതെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം. അത് അവോയ്ഡ് ചെയ്യാൻ ഒരു വിഷമവും ഇല്ല. അതായത് ഇതിൽ പങ്കെടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അർത്ഥം മനസ്സിലായി പറഞ്ഞത്? ശരി. നമ്മള് ശരിക്കും ഇത് വേദം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങൾ ഏത് ലെവലിലാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാവരോടും പറയാറുണ്ട്, വേദം വായിക്കാൻ അറിയാവുന്ന, വേദം ആലപിക്കാൻ അറിയാവുന്ന വളരെ കുറച്ചു പേരില്, വിരലിലെണ്ണാവുന്ന വ്യക്തികളിൽ ഒരാളാവാൻ സാധിക്കുക എന്നുള്ളത് ഒരു നേട്ടമായിട്ട് തന്നെ, നിങ്ങൾ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഹിന്ദുവോ ആരുമാവട്ടെ, യഥാർത്ഥത്തിൽ ഇപ്പൊ ഖുറാനിലെ അറബിയിലുള്ള ഖുറാൻ വായിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അച്ചീവ്മെന്റാ. ഞാൻ ഒമാനിൽ പോയപ്പോ എനിക്ക് അത്ഭുതം തോന്നിയത്, ഒമാനിലെ മിലിട്ടറിയിലെ അഡ്വൈസറായ ഒരു നാരായണൻ, മലയാളി, മാവേലിക്കരക്കാരനായ നാരായണൻ ഭഗവത്ഗീത മുഴുവനും അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ശരിക്ക് സുൽത്താൻ കബൂസിന് ഭഗവത്ഗീത അറബിയിൽ പഠിപ്പിക്കുന്നുണ്ടാണ്. ഭഗവത്ഗീത അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം എന്റെ പ്രഭാഷണം കേൾക്കാൻ അവിടെ വന്നിരുന്നു, നാരായണൻ എന്ന് പറയുന്ന ആള്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഏത് മതമോ ഏത് ജാതിയോ ആണെങ്കിലും അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഇല്ലാതെയാക്കാൻ മുഷ്ടി ചുരുട്ടിയിട്ട് ആകാശത്തേക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തതുകൊണ്ട് മാറില്ല. അപ്പൊ നമ്മൾ നേരിട്ട് വേദപാരായണത്തിന് പോവാണ്, വേദം വായിക്കാൻ പഠിക്കാൻ പോവാണ്. നേരത്തെ പറഞ്ഞ വരി ഒന്നുകൂടി ആവർത്തിക്കുന്നു. അതല്ല വേദത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണെന്ന് ധരിച്ചവർക്ക് ഇത് ചിലപ്പോൾ ദഹിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് ഇരിക്കാനോ തിരിച്ചു പോകാനോ ഉള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. വേദം വായിക്കാൻ പഠിക്കുന്ന ക്ലാസ്സിൽ ആദ്യത്തെ ഒരു പ്രാർത്ഥന നമ്മളെല്ലാവരും കൂടി ചെയ്യും. ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വേദാരംഭം കരിഷ്യാമി സിദ്ധ്യർഭവതു മേ സദാ. ഒരു 10 വാക്കുകള് ഞാൻ പറയുന്നത് നിങ്ങൾ പറയും. ഓം സ്വസ്തി ശ്രദ്ധാം മേധാം യശാ പ്രജ്ഞാം വിദ്യാം ബുദ്ധിം ശ്രിയം ബലം ആയുഷ്യം തേജ ആരോഗ്യം ദേഹി മേ വേദമാതേ. ഈ 12 ക്വാളിഫിക്കേഷനാണ് ഒരു മനുഷ്യന് വേണ്ടത്.
12 ക്വാളിറ്റി. ഒന്ന്, സ്വസ്തി, മംഗളകരമായി ജീവിക്കാനുള്ള അനുഗ്രഹം. ശ്രദ്ധ, ഞാൻ അർത്ഥം പറയണ്ടല്ലോ. സ്വസ്തി, ശ്രദ്ധ, മേധാശക്തി. ഒരാൾ പറയുന്നത് കേട്ട് ഉൾക്കൊണ്ട് തിരിച്ചു പറയാൻ സാധിക്കാം. സ്വസ്തി, ശ്രദ്ധ, മേധ, യശസ്, പ്രജ്ഞ, സ്വതസിദ്ധമായ അറിവ്, വിദ്യ, ബുദ്ധി, ശ്രിയം, ഐശ്വര്യം, തേജസ്, ആരോഗ്യം. ഈ 12 ക്വാളിറ്റീസ് നമുക്കുണ്ടെങ്കിൽ വളരെ വളരെ ധന്യമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. അപ്പൊ വേദം നമ്മൾ അർത്ഥമറിയാതെ പഠിക്കുകയാണെങ്കിലും ഇതിന് ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ഉണ്ട്. ഒരു അസാധാരണമായ ബ്രെയിൻ എഫക്റ്റ് ഉണ്ട്. 3 വർഷം മുമ്പ് ഞാൻ നാസയിൽ പോയിരുന്നു. അമേരിക്ക റോക്കറ്റ് ലോഞ്ചിങ് നടത്തുന്നത്. 36,000 ശാസ്ത്രജ്ഞന്മാരില് 16,000-ലധികം ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തുന്നത് കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് വേദമന്ത്രം കേട്ടുകൊണ്ടാണ്. എന്നെ അങ്ങോട്ട് കൊണ്ടുപോയത് ക്രിക്കറ്റ് താരം രാഹുൽ ദ്രാവിഡിന്റെ ജ്യേഷ്ഠൻ നാരായൺ ദ്രാവിഡ്, അവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. അദ്ദേഹമാണ് എന്നെ കൊണ്ടുപോയത്. അപ്പൊ അത് ശരിക്ക് അവർക്ക് വേദത്തിന്റെ എഫക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളോടും പറയുന്നു, അർത്ഥമറിയാതെ വേദമന്ത്രങ്ങൾ പഠിച്ചാൽ പോലും നിങ്ങളുടെ പെരുമാറ്റത്തില്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്, നിങ്ങളുടെ ജീവിതത്തോടുള്ള വീക്ഷണത്തില് അടിമുടി മാറ്റം വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനാണ് വേദം പഠിക്കുന്നത്. സ്വർഗത്തിലേക്ക് പോവാനോ ആത്മീയമായ മോക്ഷം കിട്ടാനോ അല്ല, ജീവിതത്തിൽ തന്നെ ഒരടുക്കും ചിട്ടയും ഉണ്ടാകുമെന്ന് 42 വർഷമായിട്ട് മുടങ്ങാതെ വേദം വായിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ഇനി നമ്മൾ വേദം വായിക്കാൻ പോവാണ്. ആദ്യം ഓർമ്മിക്കുക, ഇത് ഒരു കാരണവശാലും ബുദ്ധിമുട്ടുള്ളതല്ല. വളരെ, നമ്മൾ മലയാളത്തിൽ ഒരു പദപ്രയോഗം ഇല്ലേ, പുഷ്പം പോലെ വായിക്കുക എന്നുള്ളത്, അത് നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഇപ്പൊ തന്നെ മനസ്സിലാക്കാം. ആദ്യം 2ാമത്തെ പേജ് എടുക്കുക. നമ്മള് വേദത്തിലെ ആദ്യം ഒരു ഗായത്രി മന്ത്രമാണ് ജപിക്കുന്നത്. ഇതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലോ ഇല്ലേ? എല്ലാവർക്കും. ആദ്യം നമ്മൾ വായിക്കുന്നത്, അതിൽ വാക്ക് നോക്കുക. ഓം കഴിഞ്ഞാല് രൂയുടെ മുകളില് ഒരു വര മുകളിലേക്കുണ്ട്. ഇതിന് സ്വരിതം എന്ന് പറയും. സ്വരിതം എന്ന വാക്ക് നിങ്ങൾ പഠിക്കണ്ട. അപ്പൊ എവിടേക്കാണോ മുകളിലേക്ക് ഒരു വര വന്നത് അത് സ്ട്രെസ് ചെയ്ത് നമ്മൾ പറയാം. ഓരോഷസ്യ മുകളിലേക്ക് സ്ട്രെസ്. ഏതൊക്കെ അക്ഷരത്തിലാണോ ആ മുകളിലേക്കുള്ള സ്വരിത ചിഹ്നം വന്നിരിക്കുന്നത് ആ അക്ഷരം മാത്രം മുകളിലേക്ക് എടുത്ത് പറയണം. ഇനി അടുത്ത് നോക്കാം. വിയുടെ ചുവട്ടിലൊരു വരയുണ്ട്. അതിനെ അനുദാത്തം എന്ന് പറയും. താഴ്ത്തി പറയും. ഹേയുടെ മുകളിലൊരു വരയുണ്ട്. അപ്പൊ വിയുടെ ചുവട്ടിലൊരു വരയുണ്ട്. അപ്പൊ അടുത്തത് സഹ സ്രാ താഴ്ത്തേക്ക് അനുദാത്തുണ്ട്. സഹസ്രാക്ഷസ്യ സഹസ്രാക്ഷസ്യ. എന്റെ മുഖത്തേക്ക് ഇനി നോക്കുകയേ വേണ്ട, ഇനി പുസ്തകത്തിലേക്ക് മാത്രം. മഹാദേവസ്യ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. 2 വര വരുമ്പോ ആത് 2 ആകാരം എഴുതിയ മാതിരിയാണ് വരിക. ഈയുടെ മുകളിൽ 2 വര വന്നു വിചാരിക്കാം. ഈ പള്ളി ഇട്ടിട്ട് ലക്ഷ്മി വരും. ഇപ്പോ 4 സ്വരം ഇപ്പൊ നിങ്ങൾ പഠിച്ചു. ഒന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം, എന്നിട്ട് എന്റെ ഒപ്പം നിങ്ങൾ വായിക്കണം. ഓം പുരുഷസ്യ വിദ്മഹേ സഹസ്രാക്ഷസ്യ മഹാദേവസ്യ ധീമഹി തന്നോ രുദ്ര
പ്രചോദയാത്. ഒരുമിച്ച് പുരുഷസ്യ വിദ്മഹേ സഹസ്രാക്ഷസ്യ ദേവസ്യ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. രണ്ടാമത്തേത് തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. ഓരോ വാക്കും തൊലി കളഞ്ഞ കപ്പലണ്ടി അടുക്കി വെക്കുന്ന മാതിരി വെക്കണം. ധൃതി പിടിച്ച് ദോശ പരത്തുന്ന മാതിരി വായിക്കണം. ഓരോ വാക്കും പ്രത്യേകത്തിൽ. വേദത്തിന് അക്ഷരമാണ് ജീവൻ, അക്ഷരമാണ് ശരീരം, സ്വരമാണ് ജീവൻ. വേദത്തിന് വാക്കുകളല്ല ശരീരം, അക്ഷരം. അക്ഷരം കംപ്ലീറ്റ് ആൻഡ് നെവർ ഡീഗ്രേഡബിൾ എന്നാണ് അക്ഷരം എന്ന അർത്ഥം, ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ ഓരോ അക്ഷരവും പ്രോമിനന്റ് ആയിരിക്കണം. ഓരോ വാക്കും കഴിഞ്ഞ് ഗ്യാപ്പ് വിട്ട് അടുത്ത വാക്ക് പറയാം. സ്പീഡിൽ പറഞ്ഞു പോവരുത്. അപ്പൊ ഇനി രണ്ടാമത്തേത് ഒന്നുകൂടി. തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയാത്. മൂന്നാമത്തേത് തത്പുരുഷായ വിദ്മഹേ പ്രചോദയാത്. ആ പ്രചോദയാത് ഒന്നുകൂടി. പ്രചോദയാത്. ഒരിക്കൽ കൂടി. എന്റെ മുഖത്തേക്ക് നോക്കാനേ പാടില്ല. ഇനി ഞാൻ നിങ്ങളോട് പറയാതെ ഇവിടുന്ന് വിട്ടു പോവില്ല. എന്റെ മുഖത്തേക്ക് നോക്കാനേ പാടില്ല. ഇനി മുഴുവനും അക്ഷരം പുസ്തകത്തിലേക്ക് മാത്രം. പ്രചോദയാത്. നാലാമത്തേത് പ്രചോദയാത്. പ്രചോദയാത്. മനസ്സുകൊണ്ട് വേദം വായിക്കരുത്, കണ്ണുകൊണ്ടേ വായിക്കാവൂ. അടുത്ത വരി നിങ്ങൾ വായിക്കുമ്പോൾ അറിയും കണ്ണുകൊണ്ടാണോ മനസ്സുകൊണ്ടാണോ വായിച്ചതെന്ന്. അടുത്ത വരി വായിക്കുമ്പോൾ അറിയും. അഞ്ചാമത്തേത് തത്പുരുഷായ എത്ര പേര് തന്നോ പറഞ്ഞു? തന്നോ പറഞ്ഞവരൊക്കെ മനസ്സുകൊണ്ട് വായിച്ചതാ. അവിടെ തന്നോന്നില്ല, തന്നാന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് മനസ്സുകൊണ്ട് വായിക്കരുത്. മനസ്സിൽ നേരത്തെ വായിച്ചതിന്റെ ഓർമ്മ വെച്ച് വായിക്കരുത്. ആ കണ്ണുകൊണ്ടേ വായിക്കാവും. ഇതിനകത്ത് തെറ്റ് എഴുതിയിട്ടില്ല. ഉണ്ടെങ്കിൽ ആ തെറ്റ് പഠിച്ചോളണം. എന്താ കാരണം? വേദമന്ത്രങ്ങൾ ബൈഹാർട്ട് പഠിക്കുകയല്ല നിങ്ങൾ ചെയ്യുന്നത്, വേദമന്ത്രം വായിക്കാൻ പഠിക്കാൻ. അപ്പൊ വായിക്കുന്നതിൽ ഒരു തെറ്റ് പോലും അക്ഷരത്തിൽ നിന്ന് വ്യത്യസ്തമാവാൻ നിങ്ങൾക്ക് പെർമിഷൻ ഇല്ല. അക്ഷരത്തിൽ നിന്ന് വ്യത്യസ്തമാവാൻ പെർമിഷൻ ഇല്ല. അഞ്ചാമത്തെ ഒന്നുകൂടി വായിക്കാം. പുരുഷായ ആ തന്ന കഴിഞ്ഞ് ഷൺമുഖത്തിലേക്ക് എന്തിനാ ധൃതി പിടിച്ചു പോയേ? തന്ന ഷൺമുഖ പ്രചോദയാത്. ആറാമത്തേത് തത്പുരുഷായ
പ്രചോദയാത്. 3 ആ ചിലർക്ക് വന്നു. പ്രചോദയാത് പ്രചോദയാത്. നന്നായി, വളരെ ഭംഗിയായിട്ട് 6ാമത്തെ വായിച്ചു. ആ യായിൽ മാത്രം ചിലർക്ക് കുറവേ വന്നുള്ളൂ, ചിലർക്ക് കൂടി വന്നു, ചിലർക്ക് കറക്റ്റ് ആയിരുന്നു. 7ാമത്തേത് 3 അക്ഷരം താഴത്തേക്കാണ്. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കരുത്. വായിക്കാൻ തുടങ്ങിയ പേപ്പർ. വേദാത്മനായ, ഇനിയോ എന്റെ ഒപ്പം. വേദാത്മനായ, ഒന്നുകൂടി. വേദാത്മനായ വിദ്മഹേ ബ്രഹ്മ പ്രചോദയാത്. കുറെ അധികം പേര് തന്നോന്ന് തന്നെ വായിച്ചു. തന്നോന്ന് തന്നെ വായിച്ചു. എന്താ ഇതിന്റെ അർത്ഥം? കണ്ണുകൊണ്ടാ വായിച്ചത്, മനസ്സുകൊണ്ടല്ല. ഇപ്പൊ വന്ന 1-2 പേര് നോക്കിക്കോളാം. ഇപ്പൊ വന്നവര് ചുവട്ടിൽ വരെ വരുമ്പോ താഴ്ത്തി പറയണം. മുകളിലേക്ക് നേരെ വരെ പോകുമ്പോ അത് ഷാർപ്പായിട്ട് ഉയർത്തി പറയണം. 7ാമത്തേത് ഞാനൊന്ന് ഇപ്പൊ വന്നവർക്കും ഒരുമിച്ചും കൂടി നമുക്ക് ചൊല്ലാം. വേദാത്മനായ വിദ്മഹേ ഹിരണ്യ ഗർഭായ ധീമഹി തന്നോ ബ്രഹ്മ പ്രചോദയാത്. ശരിയായി. തന്നോ തന്നോ ബ്രഹ്മ പ്രചോദയാത്. 8ാമത്തേത് ഒരുമിച്ച്. നാരായ മൂന്ന് ആ ചിലരെടുത്തു. അത് വേണ്ട, 2 ആ മതി. പ്രചോദയാത് അത് വേണ്ടല്ലോ. പ്രചോദയാത്. 9ാമത്തെ വജ്രനഘായ വളരെ ശരിയായി. ആ 3 ആ 2.5 ആ എടുത്തു നിങ്ങൾ. 2.5 ആ വേണ്ട, 2 ആ മതി. നാരസികം ഹ എന്നും വേണ്ട. ശരിക്ക് ഉദാത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? വെറുതെ ഭംഗിയായിട്ട് ഇങ്ങനെ വായിച്ചോണ്ട് പോവാം. ഉദാത്ത ഭാവം. മുകളിലേക്കും ചുവട്ടിലേക്കും ഇല്ലാത്തത് ഉദാത്തം, താഴത്തേക്കുള്ളത് അനുദാത്തം, മുകളിലേക്കുള്ളത് സ്വരിതം, 2 വരെയുള്ളത് ദീർഘസ്വരിതം. 5 സ്വരം പഠിച്ച മാതിരിയായി ഇപ്പൊ. പക്ഷെ ഒരു തരത്തിലും ടെൻഷൻ എടുക്കേണ്ട, വളരെ സിമ്പിളാണ്. ഇപ്പൊ ഞാൻ പറയുന്ന സൗണ്ട് നിങ്ങളുടെ തലയിൽ കുറേ ദിവസം നിൽക്കില്ല, 72 മണിക്കൂറേ നിൽക്കുള്ളൂ. അപ്പൊ ഇന്ന് വീട്ടിൽ പോയിട്ട് നിരന്തരം ഇത് വായിക്കണം. ഇന്ന്, നാളെ രാവിലെ, നാളെ ഉച്ചയ്ക്ക്, നാളെ വൈകുന്നേരം, സ്കൂട്ടർ ഓടിക്കുമ്പോഴും കാർ ഓടിക്കുമ്പോഴും ഒഴിച്ച് ഇത് വായിക്കണം. ഇനി നമുക്ക് ഇതിനകത്തുള്ളത് മാത്രമേ വായിക്കാം. ദീർഘം ചേർക്കാൻ പാടില്ല, ഉള്ളത് കളയാനും പാടില്ല. 10 ഭാസ്കരായ നന്നായിട്ടുണ്ട്. അയ്യാ ചിലർക്ക് പിന്നെയും തെറ്റിയിട്ടുണ്ട്. പുതിയതായിട്ട് വന്ന ആള്, പുതിയതായിട്ട് വന്നവര് 10ാമത്തെയാണ് നമ്മൾ വായിക്കണേ. ആ ചുവട്ടിലുള്ള വര അനുദാത്തം, താഴ്ത്തി പറയണം. മുകളിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഉയർത്തി പറയണം. 2 വര വരുന്നത് ആ മാതിരി പറയണം. അപ്പോ 11ാമത്തേത് വൈശ്വാനരായ നന്നായി. ഒരു ആ ഇവിടെ കൂടി, ഇവർക്കൊരു ആ കൂടി, അത് വേണ്ട. 12
ഒരുമിച്ച്. കാത്യായനായ പതിമൂന്ന്. ഒരുമിച്ച് തന്നെ പറയണം. ഓരോരുത്തര് അവനവനിഷ്ടമുള്ള താളത്തിൽ പോകരുത്. ഒരുമിച്ച്. 14. സായീശ്വരായ. ഒന്നുകൂടി. സായീശ്വരായ. ഞാൻ ഒന്ന് പറയുന്നത് ശ്രദ്ധിക്കാം. സായീശ്വരായ. സായീശ്വ അനുദ താഴ്ത്തേക്ക്. സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി. നന്നായിരുന്നു. ആ പ്രചോദയാതിൽ ഇത്ര വിഷമമുണ്ടോ? യാ എന്താ ഇത്ര തെറ്റുന്നത്? പിന്നെ തന്നെ സർവ എന്തിനടുത്ത് ചാടിയതമ്മ? സ്ലോ ആവണം. ഒരുമിച്ച് ഓരോ വാക്കും കൃത്യമായിട്ട് പോണം. എടുത്ത് ചാടി അടുത്ത വാക്കിലേക്ക് പോകരുത്.